Hello friends, welcome back to our channel. 8 tips to be consistent. കൺസിസ്റ്റൻ്റ് ആവാനുള്ള 8 വഴികൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ എന്താണ് കൺസിസ്റ്റൻസി? നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആശയം, നമ്മുടെ രീതികൾ ഇതിലൊക്കെ ഒരു സ്ഥിരത ഉണ്ടാവുന്നു. ഇതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൽ ഒരുപാട് ഗോൾസും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണ് നമ്മളല്ലേ. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക, സ്ഥിരതയോടുകൂടി ചെയ്യുക. അപ്പോൾ എന്തൊക്കെ വഴികളിലൂടെ പോയാലാണ് നമുക്ക് കൺസിസ്റ്റൻസി എന്നുള്ളത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്നത്? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എൻ്റെ പേര് രേഖ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കീപ് വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. കൺസിസ്റ്റൻസിയുടെ 8 വഴികളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ കാര്യം തന്നെ നോക്കിക്കേ, സെറ്റ് ക്ലിയർ ഗോൾസ്. നമ്മൾ എന്തിലാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത്, അതിനെയാണ് ഗോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ഗോൾസ് ഉള്ളവരാണ്. പക്ഷേ എല്ലാ ഗോൾസിലേക്കും ഒരുപോലെ എത്തിച്ചേരാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. നമ്മൾ ആദ്യം ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മൾ ഏറ്റവും ആദ്യം എന്താണോ നമുക്ക് നേടിയെടുക്കേണ്ടത് അതിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു ഗോള് നമ്മളൊരു ട്രാക്കിലായിക്കഴിഞ്ഞാൽ അടുത്ത ഗോളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് എല്ലാ ഗോളിലേക്കും ഒരുപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിലും ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. സോ ഇപ്പം വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ടാകും, ഡ്രൈവിംഗ് നന്നാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ഇനി കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ഏത് സ്ട്രീമിലേക്ക് അവർ പോകണം. ഇപ്പോൾ 10th കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അടുത്തത് എന്താണ്, +1 +2 ഏത് കോഴ്സ് എടുക്കണം, +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അടുത്ത പ്രൊഫഷണൽ കോഴ്സ് ഏതിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് ഇവരുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ഗോൾ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾ, ഒരു സിംഗിൾ ആൻഡ് സിമ്പിൾ ഗോൾ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ റുട്ടീൻ. എന്താണ് ഒരു റുട്ടീൻ? ഇപ്പം നമ്മളൊരു ഗോള് നമ്മൾ സെലക്ട് ചെയ്തു, അത് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക. ഈ ഗോളിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ഏറ്റവും ചെറിയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ആണ് അല്ലേ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഈ വെയിറ്റിൽ നിന്നും എത്ര വെയിറ്റിലേക്കാണ് നമ്മൾ എത്തേണ്ടതെന്നുള്ളതും നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇനി ഇതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ റെഗുലർ ആയിട്ടുള്ള വർക്കൗട്ട് കൊടുക്കണം. ഇനി വർക്കൗട്ട് എത്ര കൊടുത്താലും നമ്മുടെ ഡയറ്റ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യണം, നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു റുട്ടീനാക്കി മാറ്റുക. ഇനി ഈ റുട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുക നമ്മൾ 6 മാസം കൊണ്ട് ഒരു 8 കിലോ കുറയ്ക്കാനായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഈ 6 മാസവും നമുക്ക് കറക്റ്റായിട്ട് ഡയറ്റ്, കറക്റ്റായിട്ട് വെള്ളം, കറക്റ്റായിട്ട് ഷുഗർ കട്ട് ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെ വലിയ ഒരു ടാസ്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇത്രയും നാൾ ഞാൻ വെള്ളം കുടിക്കണം, ഇത്രയും നാൾ ഞാൻ ഷുഗർ കഴിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഡയറ്റ് എടുക്കണം. ഇത് നമ്മുടെ മൈൻഡിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ചെറിയ ടാസ്ക് ആക്കി മാറ്റുക. ഒരാഴ്ചയിൽ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുക. ഒരാഴ്ച ഞാൻ ഷുഗർ കഴിക്കില്ല, ഒരാഴ്ച ഞാൻ നന്നായി ബോഡിയിൽ വർക്കൗട്ട് ചെയ്യും, ഒരാഴ്ച ഞാൻ നന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ അതിനെ ചെറിയ ചെറിയ ടാസ്ക് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കൊരു ഹാബിറ്റായി മാറും. നമുക്കൊരു ബേർഡൻ അല്ല, നമുക്കൊരു ഹാബിറ്റായി മാറും. അപ്പം നമ്മളൊരു റുട്ടീനായിട്ട് നമ്മളതിങ്ങനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ഇത്രയും നാൾ കൊണ്ട് ഞാൻ ഇത്ര ടോപ്പിക്സാണ് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കിനെ ചെറിയ 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 ടോപ്പിക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ ആഴ്ചയിലും ഞാൻ ഇത്ര പഠിച്ച് തീർക്കണം എന്നുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ പഠിത്തം ഇൻട്രസ്റ്റിംഗ് ആവും, ബോറിംഗ് ആവത്തുമില്ല. ഓക്കെ, അതാണ് ഒരു റുട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്റ്റേ കമ്മിറ്റഡ്. ഈ കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് കൺസിസ്റ്റൻറ്റും ആകാൻ കഴിയാതെ പോകുന്നത്. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഗോൾ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. അത് ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എഴുതി വെക്കുക, ഡെയിലി എഴുതി വെക്കുക. അത് അടുത്ത പോയിൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഗോൾ എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്നും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതാണ് എൻ്റെ ഗോള്, അതിൽ നിന്നും ഞാൻ ഡീവിയേറ്റഡ് ആയി പോകാൻ പാടില്ല, ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ പാടില്ല എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുക. ആൻഡ് സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്താണെന്നുള്ളത് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കൂടെ ഞാനിവിടെ കൊടുത്തേക്കാം.
പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡയറ്റ് എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഞാൻ ഇന്നിപ്പം എൻ്റെ ഡയറ്റ് പൊട്ടി, ഇനിയിപ്പം 2 ദിവസം എന്തായാലും ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്, എന്തായാലും എൻ്റെ ഡയറ്റ് പോകും, സോ ഇതെല്ലാം നിർത്തി നമുക്ക് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നമ്മളിങ്ങനെ നീണ്ട് മൺഡേ ആകുമ്പോഴേക്കും നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും, അപ്പോൾ വെനസ്ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ഇത് നീണ്ട് പോകുന്നതാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഡേ വണ്ടി എടുത്തപ്പോൾ ഒന്ന് ഉരഞ്ഞു, അപ്പോൾ നമുക്ക് അവിടെ പേടിയായി, ഇനിയിപ്പം നടക്കൂല, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ എന്നിട്ട് എടുക്കാം, ഈ ടെൻഷനൊന്ന് മാറട്ടെ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുന്നതിനാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കി നമ്മുടെ എന്താണോ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മൾ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. ബാക്കി വരുന്ന തടസ്സങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നോട്ടെ, നമ്മൾ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇതാണ് സ്റ്റേ കമ്മിറ്റഡ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുക, ഇതിലാണ് എൻ്റെ ഗോൾ, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഡ്രീം ചെയ്യുക, ഇതിലേക്ക് എത്തിച്ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അത് നമ്മൾ ഡ്രീം ചെയ്യാം. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പം വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് നമ്മുടെ മൈൻഡിൽ വരുന്ന പോലെ എപ്പോഴും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അല്ലേ? അതാണ് വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ട്രാക്ക് യുവർ പ്രോഗ്രസ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മളൊരു ജേർണൽ കീപ്പ് ചെയ്യുക. ഒരു ജേർണൽ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട, നമ്മൾ സാധാരണ ഒരു ബുക്ക്, ഞാൻ ആക്ച്വലി ഇത് ജേർണൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്തിരുന്ന ബുക്കാണിത്, ഇതിപ്പോൾ തീരാനായിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഞാൻ പല കാര്യങ്ങളും എഴുതും കേട്ടോ. ഞാൻ എന്താണ് എൻ്റെ ഗോൾ എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി എൻ്റെ ആക്ച്വലി എൻ്റെ ഗോൾ എന്ന് പറയുന്നത് എനിക്ക് വെയിറ്റ് ലോസ് ആണ്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ട് ഞാൻ 2 കൊല്ലം കൊണ്ട് നല്ലോണം വെയിറ്റ് കൂടി, ഒരു 8 kg ഞാൻ കൂടി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആക്ച്വലി എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ 15 kg ആണ് കുറയ്ക്കേണ്ടത്. പക്ഷെ അത്രയൊന്നും കുറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല, നമ്മളൊരു ഏജൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. എന്നാലും പോട്ടെ, ഞാനൊരു എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയാണ് എൻ്റെ വെയിറ്റിലേക്ക് എത്തേണ്ടത്. സോ അതിനകത്തേക്ക് ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെർഫെക്റ്റ് ആയിട്ട് 100% കൺസിസ്റ്റൻ്റ് ഒന്നും അല്ല, ഒരുപാട് ഡീവിയേഷൻസ് വരുന്നുണ്ട്. സ്റ്റിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത ദിവസം ഞാൻ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു ജേർണലായിട്ട് എഴുതി വെച്ചു, എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ അതിനകത്ത് ഞാൻ പിറ്റേ ദിവസം ചെയ്യുന്ന ആഗ്രഹങ്ങൾ, ഇപ്പോൾ എൻ്റെ ഗോൾസ് മാത്രമല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതാറുണ്ട്. എനിക്ക് ചിലപ്പോൾ ദിവസം എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ എഴുതി വെക്കും. സോ അതൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനോടോ നമ്മുടെ മക്കളോടോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ ചിലപ്പോൾ അവർക്കൊക്കെ കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നമുക്കത് ഭയങ്കര വലിയ കാര്യങ്ങളായിരിക്കും, അല്ലേ? ഇതൊക്കെ ഞാനിങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കും, നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രോഗ്രസ് എഴുതി വെക്കുക. ഇനിയിപ്പം ഞാൻ ഇന്നൊരു ഡേ ഫുള്ള് ഞാൻ ഇത്ര വെള്ളം കുടിച്ചു തീർത്തു, ഞാൻ എഴുതി വെക്കും. അതിൻ്റെ ഞാൻ എന്നെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മൾ റിവാർഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്തു, ഞാൻ ഭയങ്കര മിടുക്കിയാണ്, സോ നാളെ ഞാൻ ഇതുപോലെ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ അതിന് പകരം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബുക്ക് ഇതാണ്. ഈ ബുക്കാണ് ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല, ഞാൻ ഇതിൻ്റെ വേർഡ്സ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജേർണലിങ് ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരും. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഗോൾസ് എന്തൊക്കെയാണെന്നുള്ള എഴുതി വെക്കാനുള്ള സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു ബുക്ക്, ആദ്യം തന്നെ അങ്ങനത്തെ ഒരു ബുക്ക് എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, സാധാരണ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി തുടങ്ങിയാൽ മതി. ജേർണലിംഗ് ഒക്കെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുമായിരിക്കും. സോ അങ്ങനെ നമുക്ക് എന്തും എഴുതാനുള്ള ഒരു ബുക്ക് ജേർണലിംഗ്. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോഗ്രസ് എന്താണോ അത് നമ്മൾ ട്രാക്ക് ചെയ്ത് അതിനകത്തേക്ക് എഴുതുക. അടുത്തതാണ് ബി അക്കൗണ്ടബിൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ചില വ്യക്തികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളാണെന്നുള്ളത് സ്വന്തമായിട്ട് അറിയുന്നവരായിരിക്കും. അവരെ ആരും പുഷ് ചെയ്യാണ്ട് തന്നെ അവർ കാര്യങ്ങൾ ചെയ്തോളും. പക്ഷേ ചില ആൾക്കാർക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നാലാണ് മുന്നോട്ട് പോകാൻ തോന്നുക. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഗ്രൂപ്പ്, അതായത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം. അപ്പോൾ ആരാണോ നമ്മൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗോളിലേക്ക് എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അവരായിരിക്കണം നമ്മുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ടാണ് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി പോകുന്നതെങ്കിൽ രാവിലെ ചിലപ്പോൾ 6 മണിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വാക്കിംഗ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ജോഗിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടിയുണ്ടാവും, രാവിലെ പോകാനൊക്കെ മടിയുണ്ടാവും. പക്ഷേ ഈ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, ഇല്ല പറ്റില്ല, നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും, വീട്ടിൽ വന്ന് ബെല്ലടി
മേടിക്കുന്നവരുണ്ടാവും, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്സ്, നമുക്ക് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്രണ്ട്സാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഞാൻ ആരും ആകാം കേട്ടോ, ഫ്രണ്ട്സ് മാത്രമല്ല, നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, മക്കളോ പാരൻസോ പാർട്ട്ണറോ ആര് വേണമെങ്കിലും ആകാം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ മോനാണ് എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ. കാരണം അവനിപ്പോൾ 15 വയസ്സായി. അപ്പോൾ ഇവർക്കിപ്പം ബോഡി ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ആഗ്രഹം. ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ അവരുടെ ബോഡി നന്നാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എതിർത്തു, കാരണം പഠിക്കുന്ന സമയമാണല്ലോ. പിന്നെ ഞാൻ ആലോചിച്ചു, ഇപ്പോഴുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയത്ത് സ്വന്തം ബോഡി നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ അതിലേക്ക് പോകില്ല എന്നുള്ളതാണ് പൊതുവായിട്ട് ഞാൻ കേട്ടത്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണല്ലോ വേണ്ടത്. പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ഇവരെ ജിമ്മിലേക്ക് വിടാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനോ അല്ലെങ്കിൽ ഹസ്ബൻഡോ കൂടെയുള്ള ദിവസം മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇവൻ എല്ലാ ദിവസവും രാവിലെ ഒരു 4:30 ആകുമ്പോഴേക്കും വന്ന് വിളിക്കും. കാരണം 5 മണിക്ക് ജിമ്മിലെത്തണം. 4:30 വന്ന് എങ്ങനെയെങ്കിലും എന്നെ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഇപ്പം എൻ്റെ മോനാണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻ നമ്മുടെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അടുത്തതാണ് അഡാപ്റ്റ് ആൻഡ് ഇംപ്രൂവ്. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണല്ലേ, ജിമ്മിലൊക്കെ കറക്റ്റ് പോയി നമ്മൾ വർക്കൗട്ട് ചെയ്തു, നമ്മൾ ഡയറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ ചേഞ്ചസ് വരാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അവിടെ എല്ലാം കൊളാപ്സായി. ഒരാഴ്ച ജിമ്മിൽ പോകാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മളെല്ലാം തകർന്നു. അപ്പം കഴിഞ്ഞു, ഇനിയിപ്പം ഒന്നും രക്ഷയില്ല, ഇനിയിപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മളവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വീണ്ടും അസുഖമൊക്കെ മാറി ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ പൂർവാധികം ശക്തിയോടെ മുന്നേ പോയതിനേക്കാളും ഒന്നും കൂടെ അടിപൊളിയായിട്ട് നമ്മൾ ജിമ്മിലേക്ക് പോവുക, എന്നിട്ട് നമ്മളവിടെ അടിപൊളിയാവുക. അതുപോലെ തന്നെയാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും കേട്ടോ. ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ പറ്റും. ഞാൻ 10 വർഷമായി ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ ഡ്രൈവിങ് തുടങ്ങിയ ആദ്യത്തെ ഒരു ആഴ്ചയിൽ എല്ലാ ദിവസവും കാറിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഭാഗം ഉരച്ചിട്ടായിരിക്കും വീട്ടിൽ കൊണ്ടുവരിക. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനിയിപ്പോൾ പറ്റൂല, എനിക്കിനി ഇത് പറ്റുന്ന കാര്യമല്ല എന്ന് ഞാൻ അവിടെ തളർന്നിരുന്നപ്പോൾ എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ എൻ്റെ നെയ്ബർ അങ്കിൾമാരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. അവരും പറയാതിരിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു, നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്, കാർ എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ അതിൽ ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല, ഇനിയും കാർ എടുത്ത് പോവുക. അപ്പോൾ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഞാൻ അടുത്ത ദിവസം എന്ത് ചെയ്തു, എനിക്ക് വന്ന മിസ്റ്റേക്ക് ഞാൻ മനസ്സിലാക്കി, അതിനെ ഞാൻ റെക്ടിഫൈ ചെയ്തു, കറക്റ്റ് ചെയ്തു. ഞാൻ എങ്ങനെ എടുത്തപ്പോഴാണ് എനിക്കവിടെ ഒരഞ്ഞത് എന്നുള്ളത് ഞാൻ കറക്റ്റ് ചെയ്തു, ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ആക്ച്വലി എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങിയതൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അത് ചെയ്യാം എന്ന് എനിക്ക് വിചാരിക്കുന്നുണ്ട്, നോക്കാം. ഓക്കെ, അപ്പം അതാണ് നമ്മൾ അഡാപ്റ്റ് ആൻഡ് ഇംപ്രൂവ്. എവിടെ നമ്മൾ ഒന്ന് തളർന്നു പോയാലും, നമ്മളൊന്ന് ലോ ആയി പോയാലും പ്രശ്നമൊന്നുമില്ല, അവിടെ നിന്ന് നമ്മൾ കരകയറി മുന്നോട്ട് പോവുക. മുന്നേ ഉള്ളതിനേക്കാട്ടിലും നമ്മൾ ഒന്നും കൂടെ നന്നായി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അഡാപ്റ്റ് ആൻഡ് ഇംപ്രൂവ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, അവോയ്ഡ് പെർഫെക്ഷനിസം. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുവിധം ഒത്തിരി പേർക്കുള്ളൊരു പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, എനിക്കൊക്കെ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ പറയുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ ഇൻട്രോ ഇങ്ങനെ മാറ്റി എടുത്തു. സ്റ്റിൽ ഞാൻ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. പക്ഷേ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ പറയാൻ പോകുന്ന കാര്യം തന്നെ അതാണ്, അവോയ്ഡ് പെർഫെക്ഷനിസം. നമ്മൾ ഒരുപാട് പെർഫെക്റ്റ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ഒരു കാലത്തും അച്ചീവ് ചെയ്യത്തില്ല, നമ്മൾ പിന്നോട്ട് പോവുകയുള്ളൂ. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആവാൻ നോക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് എന്താണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. വെരി ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ചാനലിൽ തന്നെ എനിക്കിപ്പം ചെയ്യാൻ ഒരുപാട് കണ്ടൻസ് പെൻഡിങ് ആണ്. ഞാനിതിൻ്റെ പെർഫെക്ഷനും അതിൻ്റെ പെർട്ടിക്കുലർ ടൈമും ഒക്കെ നോക്കാൻ നിന്നതുകൊണ്ടാണ് എൻ്റെ ഓരോ വീഡിയോസും ഇത്ര ലാഗായി പോകുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും ഞാനത് ഒരു 100% പെർഫെക്ഷനിലേക്ക് എത്താൻ നോക്കാൻ, എന്തെങ്കിലും പറഞ്ഞിടുക എന്നുള്ളതല്ല, 100% പെർഫെക്ഷൻ നോക്കാണ്ട് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചാനലിൽ ചിലപ്പോൾ കുറച്ചും കൂടെ പ്രോഗ്രസ് ഉണ്ടാവുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ പെർഫെക്ഷൻ നോക്കരുത്. നമ്മൾ ആദ്യം തന്നെ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച മൊത്തം ചെയ്തു, നമുക്ക് ഒരു മാറ്റവും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അച്ചീവ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് സ്ലോലി, നമ്മൾ ഡെയിലി പോകുന്നുണ്ടോ, നമ്മൾ ഡെയിലി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഡെയിലി നമ്മൾ പഠിക്കുന്നുണ്ടോ, എങ്ങനെ പഠിക്കുന്നു, എന്ത് പഠിക്കുന്നതാലും നമ്മൾ ഡെയിലി പഠിക്കുന്നുണ്ടോ, അതിൽ കുഴപ്പമില്ലാണ്ട് ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് നമ്മുടെ വഴിയേ വന്നോളും. സോ അവോയ്ഡ് പെർഫെക്ഷനിസം ആൻഡ് ഗോ ഓൺ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് സ്റ്റേ പേഷ്യൻറ്റ്. നമ്മൾ ഇന്നിപ്പോൾ ചെയ്തു, ഇന്നൊരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചു,
നാളെ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, വെയിറ്റ് ലോസ് ആണെങ്കിലും ഡ്രൈവിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഠിക്കുന്ന കാര്യമാണെങ്കിലും, ഇന്നിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് നമ്മളങ്ങ് ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ നമ്മൾ CA പോലീസോ ഒന്നും ആവത്തില്ല അല്ലേ? അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. നമ്മൾ പേഷ്യൻ്റ് ആയിട്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ഡ്രൈവിംഗ് തുടങ്ങിയ സമയത്ത് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന് തന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ ലോങ് ജേർണി ഒക്കെ പോകുമ്പോൾ ഞാനും കൂടെ ഡ്രൈവ് ചെയ്തോട്ടെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി ദൂരമൊക്കെ തന്നിട്ട് ആശാനങ്ങ് തിരിച്ച് വാങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെയല്ല, നീ ഒന്നും കൂടെ റെഡി ആവട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഞാൻ പഠിപ്പിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക്, ഇങ്ങനെ തന്നെ ഒരു 2-3 മാസം ഇത് തന്നെ. അപ്പം എനിക്ക് ശരിക്കും മടുപ്പ് വരുന്നുണ്ട്, ഒരേ റൂട്ട് തന്നെയാണല്ലോ ഡെയിലി പോകുന്നത്. പക്ഷേ എന്തായി, അങ്ങനെ ചെയ്തപ്പം എൻ്റെ കൈ വഴങ്ങി, എനിക്ക് ഗിയർ മാറ്റാൻ ഈസിയായി, എൻ്റെ കാല് മാറ്റാൻ ഈസിയായി, ആക്സിലേറ്ററും ബ്രേക്കിംഗ് ക്ലച്ചും ഒക്കെ ഇങ്ങനെ മാറി മാറി വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അന്ന് ഓട്ടോമാറ്റിക്കലി അല്ല പഠിച്ചത്, അപ്പോൾ അങ്ങനെ എനിക്ക് ഈസി ആയിട്ട്, അപ്പം ഞാൻ പേഷ്യൻ്റായിട്ട് ഞാൻ അന്നിങ്ങനെ ചെയ്തത് കൊണ്ട് ഇപ്പോൾ 10 വർഷമെന്ന് പറഞ്ഞല്ലോ, ഇപ്പം നമ്മളൊരു ലോങ് ജേർണിയൊക്കെ പോവുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ടയേർഡ് ആവുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയൊക്കെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ പേഷ്യൻസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലേ? നമുക്കില്ലാത്തതും അതാണല്ലോ. അപ്പോൾ നമ്മൾ ഒരാഴ്ച ജിമ്മിൽ പോകും, 2 ആഴ്ച പോകും, എന്നിട്ട് നമുക്ക് മാറ്റമൊന്നുമില്ല, മതി ജിമ്മിൽ പോയിട്ട് വല്ല കാര്യമൊന്നുമില്ല, ആ ജിമ്മ് കൊള്ളത്തില്ല, ഇതൊക്കെ നമ്മൾ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് നമ്മൾ പിന്നെ ഒന്നിലേക്കും പോകാതിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ 2 ആഴ്ചത്തെ റിസൾട്ട് നമുക്ക് കിട്ടുക ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാത്തിലും ഒരു പേഷ്യൻസ് ഉണ്ടാവണം. നമ്മളങ്ങനെ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഗോൾ? എന്തിലേക്ക് എത്തിച്ചേരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ആക്ച്വലി വെയിറ്റ് ലോസ് ആണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നൊരു ഗോള്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ചെറുതായിട്ട് നമ്മുടെ ചാനലും ഒന്ന് നല്ല രീതിയിലേക്ക് സക്സസ് ആക്കി എടുക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പെർഫെക്ഷൻ നോക്കി നിന്നിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഒത്തിരി ലാഗായി പോയത്. സോ നല്ല വീഡിയോസ്, നല്ല കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഡെയിലി വ്ളോഗ്സും ചെറിയ ചെറിയ കോമഡീസും ഒക്കെ ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു സ്ട്രെസ് റിലീഫായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മളെ കാണുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ ഫ്രണ്ട്സ് ആകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളും ഇപ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് മാറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.